മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ നിരവധി ജനകീയ വിഷയങ്ങൾ വരാറുണ്ട്, ജനങ്ങളുടെ ആവലാതികൾ വരാറുണ്ട്, അനാസ്ഥയുടെ വാർത്തകൾ വരാറുണ്ട്. അത്തരമൊരു വാർത്ത പൊതുജനം കഴുതയല്ല സാർ ഇന്നലെ സംപ്രേഷണം ചെയ്തിരുന്നതാണ്. പ്രേക്ഷകർ അത് ഓർക്കുന്നുണ്ടാകും. 13 കോടി ചെലവിട്ട് ഒരു റോഡ് നിർമ്മിക്കുക, ആ റോഡിൻ്റെ നടുക്ക് തന്നെ 5 പോസ്റ്റുകൾ വിവിധ സ്ഥലങ്ങളിലായി ആ പോസ്റ്റ് അവിടെ വെച്ചുകൊണ്ട് തന്നെ റോഡ് ടാർ ചെയ്തു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിരിക്കുകയാണ്. ഈ വൈദ്യുത പോസ്റ്റ് മാറ്റുന്നതിന് KSEB ഇടപെടുന്നു എന്നതാണ്. പൊതുജനം കഴുതയല്ല സാർ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നാലെയാണ് KSEBയുടെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ചെല്ലഞ്ചിയിലാണ് ഈ സംഭവം. ഈ വൈദ്യുത പോസ്റ്റുകൾ റോഡിന് നടുക്ക് വെച്ചുകൊണ്ട് ഈ 13 കോടി ചെലവിട്ടുള്ള റോഡ് ടാറിംഗ് നടത്തിയതും KSEBയുടെയും അതോടൊപ്പം തന്നെ ഈ റോഡ് ടാർ ചെയ്യാൻ വന്ന കരാറുകാരാകട്ടെ അതുപോലെ അവിടുത്തെ അധികൃതരാകട്ടെ ഇവരൊക്കെ ഈ കാഴ്ചകൾ കണ്ടു നിന്നതല്ലാതെ ആ പോസ്റ്റ് അവിടുന്ന് മാറ്റി റോഡ് ജനങ്ങൾക്ക് സുഗമമായി പോകുന്നതിനുള്ള സഞ്ചരിക്കാനുള്ള ഒരു അവകാശം സൗകര്യം അതൊരുക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോസ്റ്റ് ഇപ്പോൾ മാറ്റുന്നതിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, എന്താണ് ഇതിൻ്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അതായത് ഈ കല്ലറ പഞ്ചായത്തിൽ ചെല്ലഞ്ചിലാണ് സംഭവം. ചെല്ലഞ്ചിക്കാർക്ക് നിലവിൽ റോഡ് കിട്ടി, പക്ഷേ അവർക്ക് നെഞ്ചത്തൊരു റീത്ത് വെച്ച പോലെ, നമ്മൾ ഇന്നലെ വാർത്തയിൽ പരാമർശിച്ചിരുന്നു, അങ്ങനെ നെഞ്ചത്ത് റീത്ത് വെച്ചതുപോലെയായിരുന്നു അവർക്ക് റോഡ് കിട്ടിയത്. ഏറെ നാളത്തെ ആവശ്യമായിരുന്നു അവർക്ക് റോഡ്. ഒരു നിലവിൽ നേരത്തെ ഒരു 2 വീലറോ മറ്റൊക്കെ തന്നെ പോകുന്ന ഒരു വഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 13 കിലോമീറ്റർ 1,35,00,000 രൂപയ്ക്ക് കിഫ്ബി വഴി പണമെടുത്ത് അത് പൊതുമരാമത്ത് റോഡ് പണിയുന്നു. ഗ്രാമപഞ്ചായത്താണ് സഹായിക്കേണ്ടത്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് ഇവിടെ നിന്ന് പോസ്റ്റ് മാറ്റാൻ സഹായിക്കുന്നില്ലെന്നായിരുന്നു കരാർ കമ്പനി. അതായത് പൊതുമരാമത്ത് ഇത് ഒരു കരാറുകാരന് കൊടുക്കുകയായിരുന്നു. കരാറുകാരനോട് KSEB പറഞ്ഞത് ഈ പോസ്റ്റുകൾ മാറ്റണമെങ്കിൽ അതിന് പണം കെട്ടിവെക്കണമെന്നാണ്. പക്ഷേ കരാറുകാരൻ ആദ്യം ഈ കല്ലറ പഞ്ചായത്തിനെ ബന്ധപ്പെട്ടപ്പോൾ കല്ലറ പഞ്ചായത്ത് പറഞ്ഞത് അതിൻ്റെ പണം നിങ്ങൾ തന്നെ കെട്ടിവെക്കണം. പക്ഷേ അത് ബജറ്റിലില്ല. ഈ കരാർ കമ്പനിക്ക് നൽകിയ ബജറ്റിൽ റോഡ് നിർമ്മാണത്തിൽ 1,35,00,000 രൂപയിൽ ഈ പറയുന്ന പോസ്റ്റ് മാറ്റുന്ന തുക വകയിരുത്തിയിട്ടില്ല. അതുകൊണ്ട് മാറ്റാൻ കഴിയില്ലെന്ന് കരാർ കമ്പനി പറഞ്ഞു. അങ്ങനെ PWDയും ഈ പറയുന്ന KSEBയും പഞ്ചായത്തും കൈയൊഴിഞ്ഞതോടെ ഈ കരാറുകാരനെ അതിൻ്റെ മധ്യത്തിൽ തന്നെ നിലനിർത്തിയാണ് റോഡ് പണിതത്. അതാണ് നമ്മൾ വാർത്തയാക്കിയത്. വാർത്തയ്ക്ക് പിന്നാലെ എന്തായാലും KSEB ഇടപെട്ടിട്ടുണ്ട്. പൊതുമരാമത്ത് കിഫ്ബി വഴി പണം നൽകാം എന്ന് KSEBയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഈ 5 പോസ്റ്റുകൾ റോഡിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഈ 5 പോസ്റ്റുകളും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന ചോദ്യം, ഈ 5 പോസ്റ്റുകൾ മാറ്റുമ്പോൾ അവിടെ കുഴി അടയ്ക്കാൻ കൂടി കരാറുകാരൻ തയ്യാറാകുമോ, അതോ കുഴിയിൽ വീണ് ഈ യാത്രക്കാർ അപകടത്തിൽപ്പെടട്ടെ എന്ന നിലപാടാണോ പഞ്ചായത്തിനും ഒപ്പം തന്നെ കരാറുകാരൻ സ്വീകരിക്കുന്നതാണെന്ന് നോക്കിക്കാണേണ്ടത്? ദിലീപ് കുമാർ, റോഡിന് നടുക്ക് പോസ്റ്റ്, ആ പോസ്റ്റ് ഇപ്പോൾ നീക്കം ചെയ്യുന്നു. ഇനി അവിടെ വലിയ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ കുഴി നീക്കാൻ കരാറുകാരൻ തയ്യാറാകുമോ എന്നതാണ് ഈ സമയത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് മനീഷ് മഹിപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.